ഹായ് ഫ്രണ്ട്സ്, എളുപ്പത്തിൽ ഇന്നൊരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. നമുക്ക് അതിനകത്തേക്ക് 2 ഉള്ളി, 2 തക്കാളി, 1 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചട്ടിയിലാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത്. അതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത് വെന്ത് കിട്ടാൻ പാകത്തിലുള്ള വെള്ളം അത് നോക്കിയിട്ട് ഒഴിക്കുക. ഒത്തിരി തക്കാളിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടച്ച അടുപ്പത്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് അതിനകത്തേക്കുള്ള അരപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, എരിവിന് ആവശ്യമായ പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല തൈര്, നാടൻ തൈരാണ്, അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. മറ്റ് പുളിക്കുന്നതാണെങ്കിൽ നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം തക്കാളിക്കും അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതാ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരപ്പും തൈരും ഒരുപോലെ ഉണ്ടല്ലേ. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിനകത്ത് കറക്റ്റായിട്ട്. അപ്പോൾ നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ. അതിനകത്തേക്ക് നമുക്ക് ഈ അരച്ച അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് വെക്കണം. കാരണം ഒത്തിരി നമ്മളങ്ങനെ തൈര് ഒഴിച്ചതുകൊണ്ട് തന്നെ തിളക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ചൂടായാൽ മാത്രം മതി കേട്ടോ. അത് നമ്മളിപ്പോൾ കുറേ ദിവസത്തേക്ക് കൂട്ടാൻ എടുക്കുന്നില്ല, വൈകുന്നേരം വരെയുള്ള കറിയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെ മതി. പിന്നെ വെച്ചാൽ നല്ലപോലെ തിളച്ചിട്ടൊക്കെ ചിലവർ എടുക്കുന്നതാണ്, എനിക്കറിയില്ല കേട്ടോ, നമ്മളിങ്ങനെയാണ് വെക്കുന്നത്. ഇനി അതിനകത്തേക്ക് നമുക്ക് ചീനച്ചട്ടി വെക്കുക. കടുകും പിന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചിടണം. പിന്നെ വറ്റൽമുളകും ഉലുവയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇടുന്നത് നല്ലതായിരിക്കും, ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ നോർമൽ പുളിശ്ശേരിയില്ലേ മറ്റേ അതൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഇത്. തക്കാളി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടാനും എളുപ്പമാണ്, അതുപോലെ തന്നെ വെറൈറ്റി ഒരു ടേസ്റ്റുമാണ്. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ.